ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ചെറുവത്തൂരിലെ ഫെറോറയിലാണ് കേട്ടോ. അപ്പോൾ ഷെൻജുവിനൊരു കേക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഫെറോറയിൽ കയറിയാൽ ഞാൻ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ഐറ്റം മസാലപ്പൂരിയും അതുപോലെ തന്നെ പാനിപ്പൂരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വാപ്പ മോളൊക്കെ കലപിലയിലാണ്. കേക്ക് ഞാൻ എടുത്തോട്ടെ, അപ്പം എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരാൾ ഇട്ടുന്നതുകൊണ്ട് ഫുള്ള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലിട്ട് കൊടുക്കൽ ടൈമായിരുന്നു ഒരു കുറച്ച് സമയത്തേക്ക് കേട്ടോ. ഫസ്റ്റ് എനിക്ക് വായിലിട്ട് തന്നു, പിന്നെ ഷെൻസ എനിക്ക് വായിലിട്ട് തന്നു, ഞാൻ ഷെൻസൊക്കെ ഇട്ട് കൊടുത്തു, ബാപ്പ ഷെൻസാക്ക് അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കൽ മത്സരമായിരുന്നു കേട്ടോ. ടേസ്റ്റ് എന്താ കൊണ്ടുപോവാ അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് മസാലപ്പൂരിയാണ് പറഞ്ഞിട്ടുണ്ടായി. അപ്പം എന്താ മസാലപ്പൂരി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മസാലപ്പൂരിയും പാനിപ്പൂരിയും ഇത് രണ്ടാണ്. ഞാൻ പിന്നെ ദേവപൂരി കഴിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഡ്രൈ ആയതുകൊണ്ട് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെറുവത്തൂർ ഫെറോറയിലത്തെ പാനിപ്പൂരി ആൻഡ് മസാലപ്പൂരി മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇവിടുത്തത് എന്ന് പറയുന്നത്. അതും റേറ്റും വളരെ അഫോർഡബിൾ റേറ്റാണ് കേട്ടോ. പാനിപ്പൂരിക്ക് വെറും 50 രൂപയും മസാലപ്പൂരിക്ക് വെറും 60 രൂപയാണ് വരുന്നത്. നല്ല ടേസ്റ്റ്, ഇതിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പാനിപ്പൂരി ഇതെത്തി. പാനിപ്പൂരി തരുന്ന സ്റ്റൈൽ തന്നെ ഈ 50 രൂപയ്ക്ക് നമുക്ക് ഇത്രയും നല്ലൊരു സ്റ്റൈലിലും അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് കേട്ടോ അതിൽ. ഒക്കെ അതിൽ പൊട്ടോട്ടോ ആണെങ്കിലും ഒക്കെ നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഇടാന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിന്. അത് 50 രൂപയ്ക്ക് അങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഷെൻസു ഫസ്റ്റ് കഴിച്ച കേക്കിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് മറന്നു പോയിട്ടാ. അതിന് 170 രൂപ വരുന്നുണ്ട്. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് അതിനത്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഈ ഗ്ലാസ്സിൽ കൂടാതെ വേറൊരു ചെറിയൊരു പ്ലേറ്റിൽ സോസ് ഉണ്ടായിരുന്നു. അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അത് വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഗ്രീനിൻ്റെ എന്താ പറയുക പാനി എടുത്തത്. ഓക്കെ, അതിന് രണ്ട് എന്താ പേരുകൾ നമ്മൾ പേളി മാനേൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കാലാപ്പാനി, മറ്റേന് എന്താ അങ്ങനെ രണ്ട് പേരുകളുണ്ടാവും വെള്ളങ്ങൾക്ക്, എന്താണെന്നറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പം ഉള്ളി ഇടാൻ മറന്നു പോയിന് കേട്ടോ. അപ്പോൾ ഉള്ളിയും കൂടി ഇട്ടാലാണ് അതിൻ്റെ ഫുൾ പെർഫെക്ഷൻ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുക. അടിപൊളി ടേസ്റ്റ്, അത്രയും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. നമ്മൾ പോയതൊരു 9 മണി ആവാനായ ടൈമിലായിരുന്നു കേട്ടോ. നമുക്കായിരുന്നു തോന്നുന്നു ലാസ്റ്റ് പാനിപ്പൂരിയും മസാലപ്പൂരിയും കിട്ടിയത്. നെക്സ്റ്റ് വേറൊരു ഫാമിലി വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട്, നമ്മുടെ നാട്ടിലുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും. ഓക്കെ, മധുരമല്ലേ, അല്ല എരിവില്ലല്ലോ. ഞാൻ ഫസ്റ്റ് കഴിക്കുന്ന വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഉള്ളി ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ രണ്ടാമത് മിക്കാനെ കൊണ്ട് എടുപ്പിച്ചിട്ടാ വീഡിയോ എടുത്താന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് വീണ്ടും ഗ്രീൻ തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ വയ്യ ആദ്യം ഒന്ന് കഴിക്കുമ്പോൾ മറ്റേ ഒരു ചെറിയ കുഞ്ഞു പ്ലേറ്റിലൊരു സോസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല ടേസ്റ്റ്. നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അപ്പം മാത്രമേ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിതാ എല്ലാം കഴിച്ച് കാലിയുണ്ട്. അപ്പോൾ മസാലപ്പൂരി ഇച്ചിരി ബാക്കിയായിപ്പോയിന്, അതൊക്കെ ബാക്കിയാക്കിയതാണ്. അപ്പോൾ എനിക്ക് പാനിപ്പൂരി കഴിച്ചപ്പോൾ പിന്നെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയെല്ലാം വീഡിയോ. ടാറ്റാ, ബൈ.